പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, 4 ദിവസം നീണ്ടുനിന്ന സമ്മേളനം എന്ന് നമ്മൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ കഴിഞ്ഞ 8 ദിവസങ്ങളായി, കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച് ഇന്നിവിടെ അവസാനിക്കുന്ന 8 ദിവസങ്ങളിൽ ഈ കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ഒരു സമ്മേളനത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് നന്ദി പറയാതെ ഇവിടെ നമ്മൾ പിരിഞ്ഞു പോയാൽ അതൊരു കുറ്റകരമായ അനാസ്ഥയാകും. അതിന് നമ്മൾ മുതിരരുത്. കാരണം ഇന്നലെ രാത്രി അടുത്ത പ്രദേശങ്ങളിലെല്ലാം മഴ പെയ്തപ്പോൾ രാത്രി 3 മണി മുതൽ 4:30 മണി വരെ പെയ്ത മഴ എല്ലാവരെയും ഭയപ്പെടുത്തി. എല്ലാവരും ഭയന്നു, ഈ സമ്മേളന നഗരിയിലെങ്ങാനും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്ത് മഴ പെയ്തില്ല. പണ്ട് പിലാത്തറ സമ്മേളനത്തിൽ APയുടെ ദ്വാ നമ്മൾ കേട്ടതാണ്. ഈ പ്രദേശത്ത് അള്ളാഹുവെ മഴയാണ് കാരുണ്യമെങ്കിൽ അത് നീ നൽകുക, അത് ഞങ്ങൾ സഹിക്കുവാൻ തയ്യാറാണ്, മാറ്റിത്തരുവാൻ കഴിയുമെങ്കിൽ അത് നീ മാറ്റിത്തരണേ എന്ന് അദ്ദേഹം പ്രസംഗിച്ചത്, അദ്ദേഹം ദുആ ചെയ്തത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. തുടർന്ന് എറണാകുളം സമ്മേളന സമയത്തും നമ്മുടെ സമ്മേളന നഗരിക്ക് ചുറ്റും മഴ പെയ്തപ്പോൾ ഒരത്ഭുതം എന്ന നിലക്ക് അവിടെ ആ പ്രദേശം മാത്രം മഴ പെയ്തില്ല. ഇന്നും ഇവിടെ ഈ കഴിഞ്ഞ രാത്രിയിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്കുണ്ടായി. അതിന് അള്ളാഹുവിനോട് നമ്മൾ ആ കരുണയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമുക്കറിയാം, ഈ സമ്മേളനത്തിൻ്റെ ചെയർമാൻ ഏത് സന്നിഗ്ധഘട്ടത്തിലും മുന്നോട്ട് വന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ പ്രാപ്തനായി യുവാവായി ഓടി നടന്ന അദ്ദേഹത്തിന് ഇതിൻ്റെ വിജയത്തിൽ തുല്യമായ പങ്കാളിത്തമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, അതുപോലെ ഇവിടെയുള്ള വളണ്ടിയേഴ്സ്, അവർ ഈ സമ്മേളനം കണ്ടിട്ടില്ല, അവർ ഈ സമ്മേളനങ്ങൾ ആസ്വദിച്ചിട്ടില്ല, ഇവിടെ പറയുന്നത് അവർ കേട്ടിട്ടില്ല. എന്നിട്ടും തങ്ങളുടെ എല്ലാ അനുഭവങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, തങ്ങൾ കേൾക്കാനുള്ളതെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട്, തങ്ങൾ ആസ്വദിക്കാനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ ഈ സമ്മേളന നഗരിയിൽ നിന്ന് മാറി ഇതിൻ്റെ നല്ല പരിസമാപ്തിക്ക് വേണ്ടി പരിശ്രമിച്ചു. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. തുടർന്ന് ഇവിടെ പരിപാടികളിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടവർ, പ്രസംഗിക്കേണ്ടവർ, അവർ ആ സമയമാകുമ്പോൾ അവരെ കാണുന്നില്ല. അവരോട് വിളിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഇവിടെ സമ്മേളനത്തിന് വന്നവർക്ക് അതിന് വേണ്ട സഹായം ഒരുക്കുന്നതിൽ വ്യാപൃതരായിരിക്കുകയാണ്. ഈ സമ്മേളന നഗരി സജ്ജമാക്കുന്നതിൽ ഞങ്ങൾ വ്യാപൃതരാണ്. ഞങ്ങൾക്ക് വേദിയിലേക്ക് വരുവാൻ സമയമില്ല എന്ന അവരുടെ വാക്കുകൾ, ആ വാക്കുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ആ വാക്കുകൾക്ക് നമുക്കാർക്കും നന്ദി കാണിക്കുവാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ സ്ഥലത്തുള്ള പരിസരവാസികൾ, മറ്റു മതസ്ഥർ, അവർ ഈ സമ്മേളന നഗരി ഇത്രയും സജ്ജമാക്കുവാൻ, ഈ സമ്മേളനം ലൈവായി നിർത്തുവാൻ, ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചതിൻ്റെ എത്രയെത്ര ഇരട്ടി പ്രതിഫലമാണ് അവർക്ക് ലഭിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ സമ്മേളനം വിജയിപ്പിച്ച പ്രവർത്തകർ, അതിൽ ഈ പ്രവർത്തകർ എത്ര തന്നെ സഹായിച്ചുവോ അതുപോലെ തന്നെ ഇതിൻ്റെ ശത്രുക്കളും ഇതിൻ്റെ മിത്രങ്ങളും എല്ലാവരും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഈ ശത്രുക്കൾ ഇവിടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുവോ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി, അതിൻ്റെ ഇരട്ടി കരുത്താർജിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ട നമ്മൾ അതിനു വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സമ്മേളനേക്കാൾ വളരെയധികം ആളുകൾ ഇന്നിവിടെ തടിച്ചുകൂടാൻ കാരണം. അള്ളാഹുവിന് സ്തുതി. ഇത്രയും ആദർശബോധമുള്ളൊരു പിൻതലമുറയെ വാർത്തെടുക്കുവാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞെങ്കിൽ അത് ഈ സമ്മേളനത്തിൻ്റെ വിജയം തന്നെയാണ്, ഈ ആദർശത്തിൻ്റെ വിജയം തന്നെയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കേണ്ടതുണ്ട്. ഈ ശത്രുക്കൾ അവരെത്ര പറ്റ മോശക്കാരാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവരിതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച രംഗങ്ങളിലെല്ലാം നമ്മൾ അതിജയിച്ചു. ഒരൊറ്റ രംഗത്ത് മാത്രം, ഒരൊറ്റ കാര്യത്തിൽ മാത്രം അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ആ വിജയം അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല, അതിന് ജീവനില്ല, അതിന് അത്രയധികം കാലമില്ല. അത് അവരുടെ പരാജയമത്തിൻ്റെ തുടക്കം മാത്രമാണ്. അവർക്കാകെ ചെയ്യാൻ കഴിഞ്ഞത് സാമ്പത്തിക രംഗത്ത് നമുക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. ആ ഉപരോധം നമ്മൾ അതിജയിക്കുക തന്നെ ചെയ്യും. 65 ലക്ഷവും 5 സ്റ്റാർ ഹോട്ടലും ഒരു കാറും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ
ആ ശ്രമം നമ്മൾ പരാജയപ്പെടുത്തുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത ഈ നേതൃത്വത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. സാമ്പത്തിക രംഗത്ത് നമ്മളെ പരാജയപ്പെടുത്തുവാൻ അവരെത്ര ശ്രമിച്ചു എന്നുള്ളത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്രയധികം ഉപരോധം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഉപരോധത്തെ അതിജയിക്കുവാൻ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞത്, നമ്മുടെ പറമ്പ് വിറ്റിട്ടാണെങ്കിലും താമസിക്കുന്ന വീട് വിറ്റിട്ടാണെങ്കിലും ഈ സമ്മേളനം നമ്മൾ വിജയിപ്പിക്കും, ഈ സമ്മേളനത്തിനുള്ള പണം നമ്മൾ സമാഹരിക്കുമെന്നാണ്. എന്നാൽ അതിലും ഭയങ്കരമായ ഒരവസ്ഥ, അതിലും ദയനീയമായൊരു വാർത്ത, അതിലും സന്തോഷം തരുന്ന ഒരു വാർത്ത നമ്മുടെ പ്രവർത്തകരിൽ നിന്നുണ്ടായി. വിദേശത്ത് താമസിക്കുന്ന, വിദേശത്ത് സ്വന്തം വീടും കുടുംബവും വിട്ട് വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ പ്രവർത്തകർ, അവർ നൽകിയ വാഗ്ദാനം അത് കേട്ട് കണ്ണീർ പൊഴിക്കാത്തൊരു നേതാവും ഉണ്ടാകില്ല എന്ന് സത്യമാണ്. അവർ പറഞ്ഞത്, ഇത് കേട്ടപ്പോൾ ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ നമ്മളെ പ്രതിരോധിക്കാൻ, സാമ്പത്തിക രംഗത്ത് പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അത് മനസ്സിലാക്കിയ പ്രവാസികൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ നവംബർ, ഡിസംബർ, ജനുവരി മാസത്തെ 3 മാസത്തെ ശമ്പളത്തിന്റെ 75% ഈ സമ്മേളനത്തിന്റെ ആവശ്യത്തിനായി നീക്കിവെക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന്. 10,000 ശമ്പളം വാങ്ങുന്നവരെല്ലാവർ 800, 900, 1000 ദിനാറിൽ താഴെ മാത്രം ശമ്പളം വാങ്ങുന്ന ഒരു സമൂഹം. അവർ പറഞ്ഞ വാക്കുകൾ, അല്ലാഹുവേ നീ അല്ലാതെ അവർക്ക് പ്രതിഫലം നൽകുവാൻ വേറെ ആൾക്കും കഴിയില്ല. തങ്ങളുടെ നവംബർ, ഡിസംബർ, ജനുവരി മാസത്തെ 3 മാസത്തെ ശമ്പളത്തിന്റെ 75% ഈ സമ്മേളനത്തിന്റെ ആവശ്യത്തിനായി ഞങ്ങൾ നീക്കിവെക്കുകയാണെന്നാണ്. ബാക്കി വരുന്ന 25% കൊണ്ട് സംതൃപ്തമായി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ നയിച്ചുകൊള്ളാമെന്നാണ്. അങ്ങനെ എല്ലാ രംഗത്തും ഉപരോധം സൃഷ്ടിച്ചപ്പോൾ അതിനെ അതിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദർശ രംഗത്ത് അവർ പരാജയപ്പെട്ടപ്പോൾ സാമ്പത്തിക രംഗത്ത് അവർ ഏർപ്പെടുത്തിയ ആ ഉപരോധം അതിനെ അതിജയിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മൾ കടത്തിലായിരിക്കാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതും നമുക്ക് അതിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എത്രമാത്രം മോശമായ വാർത്തകൾ ഞങ്ങളെപ്പറ്റി നിങ്ങൾ പ്രചരിപ്പിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വാക്കു തരുന്നു, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. മറവി രോഗം ബാധിച്ചവരെന്ന് നിങ്ങൾ വിളിച്ചില്ലേ? കൊള്ളക്കാരെന്ന് നിങ്ങൾ വിളിച്ചില്ലേ? ആദർശമില്ലാത്തവരെന്ന് നിങ്ങൾ വിളിച്ചില്ലേ? അകലാനികളെന്ന് നിങ്ങൾ വിളിച്ചില്ലേ? നവമടവൂരികളെന്ന് നിങ്ങൾ വിളിച്ചില്ലേ? കള്ളക്കേസുകൾ നിങ്ങൾ കൊടുത്തില്ലേ? വിജിലൻസിൽ നിങ്ങൾ കേസ് കൊടുത്തില്ലേ? ഉദ്യോഗം ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? ഇതെല്ലാം ഞങ്ങൾ വിട്ടുതരാം. ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്ക് പുല്ലാണ്. നിങ്ങൾ ഇത് ചെയ്തോന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇതിനെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ആദർശത്തിലേക്ക് തിരിച്ചു വരുമെങ്കിൽ. നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഞങ്ങളോട് ചോദിച്ചില്ല അധികാരം. ഞങ്ങൾക്ക് ഇന്ന സീറ്റ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഈ ജില്ലയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? എനിക്ക് കൗൺസിലർ ആകണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എനിക്ക് എക്സിക്യൂട്ടീവിൽ വരണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ തന്നിട്ടില്ലേ? വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? എന്നിട്ട് എന്ത് പറ്റി നിങ്ങൾക്ക്? ഇനി ഈ പാവങ്ങൾ ഈ സ്ഥാനങ്ങൾ വിട്ടുതരണമോ? ഈ പാവങ്ങൾ ഈ സ്ഥാനം വിട്ടുതരാൻ ഇനിയും തയ്യാറാണ്. പകരം നിങ്ങൾ ആദർശത്തിലേക്ക് തിരിച്ചു വരണം. ഈ ആദർശത്തിലേക്ക് തിരിച്ചു വരാതെ ഇവിടെ നിന്ന് അധികാരം കൊണ്ട് ഓടാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അടുത്ത നൂറ്റാണ്ടിലേക്ക്, വരുന്ന കാലഘട്ടത്തിലേക്ക് നവോത്ഥാനത്തിന്റെ ചിന്തകൾ വളർത്തിയെടുക്കണമെങ്കിൽ അതിന് തക്കതായ ഘടകങ്ങൾ ഉണ്ടാകണം. അതിന് തക്കതായ കീഴ്ഘടകങ്ങൾ ഉണ്ടാകണം. പ്രാപ്തരായ, അനുസരണശീലയുള്ള, അച്ചടക്കമുള്ള കീഴ്ഘടകങ്ങൾ നമുക്കുണ്ടാകണം. ആ കീഴ്ഘടകങ്ങൾ ഇല്ലെങ്കിൽ, ആ ഘടകങ്ങൾ ഇല്ലാതിരിക്കലാണ് നല്ലത്. ആ ഘടകങ്ങൾ ഒരിക്കലും ഘടകകക്ഷികളാകുമെങ്കിൽ അതിനെ ഇല്ലാതാക്കുവാൻ നേതൃത്വം ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ സമൂഹത്തിന് പറയാനുള്ളത്. അതിനൊരു തീരുമാനം, നേതൃപരമായ തീരുമാനം ഉണ്ടാകണം. അതുണ്ടായേ പറ്റൂ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ഈ സമ്മേളനം, അതിനുള്ള സ്ഥലം വിട്ടുതന്ന അറത്തിൽ ഹരിദാസനും സഹോദരങ്ങളും, അതുപോലെ അറത്തിൽ വിജയനും ആലുക്കാസും, ആനക്കുണ്ടുങ്ങൽ ശ്രീധരേട്ടനും സഹോദരങ്ങളും, തുവക്കാടൻ രാജനും സഹോദരങ്ങളും, മർഹൂം ഷുക്കൂർ മാസ്റ്ററുടെ കുടുംബം, കൂട്ടായി ശേഖരനും ചേട്ടനും കുടുംബവും, അമ്മുവേട്ടനും അറഗ്മുഖേട്ടനും കുടുംബവും, വിഷ്ണുനും കുടുംബവും, പ്രൊഫസർ സുരേഷ്, ആർമെക്സ് അബ്ദുൾ റഹ്മാൻ തുടങ്ങി ഒരുപാട് പേരുകളുണ്ട്. ഇവരുടെ എല്ലാം പേരുകൾ ഞങ്ങൾ പറയുന്നില്ല. അതുപോലെ ഇവിടെ അടുത്തുള്ള അമ്പല കമ്മിറ്റി അവർ നൽകിയ വിശാലമായ ഒരു സ്ഥലം,
ഇതൊന്നും ഞങ്ങൾ മറക്കുന്നില്ല. ഇവരോടെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്. അവരോടുള്ള നന്ദി ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞങ്ങൾ അവരെ അറിയിക്കുകയാണ്. ഇവിടെ വന്ന സ്ത്രീകൾക്ക്, ഇവിടെ വന്ന നാട്ടുകാർക്ക്, ഇവിടെ വന്ന പ്രവർത്തകർക്ക് വേണ്ടത്ര സൗകര്യം ഒരുക്കുന്നതിൽ ഞങ്ങൾക്ക് പരാജയപ്പെട്ടു എന്ന സത്യം ഞങ്ങൾക്കറിയാം. മിനിഞ്ഞാന്ന് രാത്രിയാണ് 1,00,000 സ്ക്വയർ ഫുട്ട് അധികം പണിതുകൊണ്ട് ഈ പന്തൽ വലുതാക്കിയത്. ജനങ്ങളുടെ ബാഹുല്യം കൊണ്ടായിരുന്നു അത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ 1,00,000 സ്ക്വയർ ഫുട്ട് ഒന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. വീണ്ടും വലുതാക്കേണ്ടി വന്നു. മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ സമയത്ത് ധീരമായി മുന്നോട്ട് വന്ന് സന്തോഷത്തോടെ വന്ന് ഈ പ്രവർത്തകരെ, ഈ സംഘടനയുടെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ തങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഈ നല്ലവരായ നാട്ടുകാരോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഈ പ്രസ്ഥാനത്തിന് അറിയില്ല. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സത്യസന്ധമായ ദീനിന്റെ വെളിച്ചവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത, ഇതിന് സഹായം ചെയ്ത, ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങൾ ചെയ്ത, ഇതിനു വേണ്ടിയുള്ള എല്ലാ വകുപ്പുകളും സജ്ജമാക്കിയ, ഇതിൻ്റെ പന്തലുകൾ, ലൈറ്റ് ആൻഡ് സൗണ്ട്, അതുപോലെ ബാത്റൂമുകൾ, ഭക്ഷണം, ഇതെല്ലാം വേണ്ട രൂപത്തിൽ സജ്ജമാക്കിയ അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ സംഘാടകർക്കും അത് ചെയ്ത ജോലിക്കാർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ട്രാഫിക് രംഗത്ത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അതിനെ വളരെ ലാഘവത്തോട്, വളരെ ബുദ്ധിയോടുകൂടി അതിനെ നോക്കിക്കാണുകയും അതിനെ രീതിയിൽ നേടിയെടുക്കുകയും വളരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ സമ്മേളനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് പരിഹരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇവിടുത്തെ പോലീസുകാർ, വ്യത്യസ്ത സ്റ്റേഷനിലുള്ള പോലീസുകാർ, ഭരണാധികാരികൾ, ലോക്കൽ ഭരണാധികാരികൾ, പഞ്ചായത്തുകാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഫയർ സ്റ്റേഷൻ ഫയർ ഉദ്യോഗസ്ഥന്മാർ, ഈ നാട്ടുകാർ, ഇവർക്കെല്ലാം ഈ സംഘടനയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത് ഇനി വരുന്ന 5 വർഷം കഴിഞ്ഞ് ഒരു സമ്മേളനം വരാനിരിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കേണ്ട ഒരു കടമയൂടി നമുക്കുണ്ട്. അന്ന് നമ്മളിൽ ആരൊക്കെ ജീവനോടെയുണ്ട് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് സന്തോഷിക്കുവാൻ, ആ സമ്മേളനത്തിന് സ്വാഗതം ആശ്വസിക്കുവാൻ ആരെല്ലാം ജീവനോടെയുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. തൗഹീദിന്റെ ശബ്ദം അന്നേക്ക് നിലനിർത്തുന്ന ഒരു പിൻതലമുറയെ നമ്മളിൽ നിന്നുണ്ടാക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമ്മേളനത്തിന് വളരെയധികം അകമഴിഞ്ഞ സഹായം നൽകിയ, വേണ്ട വിധത്തിൽ അതിനെ കവർ ചെയ്യുവാൻ, ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്ത ഇവിടുത്തെ മീഡിയകൾ, അവരോടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കടപ്പാട് നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു വരുന്ന നമ്മുടെ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും ദീനിന്റെ വഴിക്ക് തൗഹീദിനു വേണ്ടിയുള്ളതാക്കി മാറ്റി തീർക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും അതിലുറച്ചു നിൽക്കുകയും തൗഹീദിനു വേണ്ടി ജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.